കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ മഹാകരുണയും കൃപയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നമ്മുടെ കണ്ണിനെ കണ്ണുനീരുന്നു, കാലിനെ വീഴ്ചയുന്നു, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച കർത്താവ് നന്ദി പറയാം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ളവന് വീണ്ടും സ്തോത്രം ചെയ്യാം. എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കാൻ നമുക്കിടയാവും. നന്മ മാത്രമേ നമ്മുടെ ദൈവം നമുക്ക് ചെയ്തിട്ടുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവനെന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ദൈവത്തോട് നമുക്ക് പറ്റിയിരിക്കാൻ കർത്താവിന്റെ വരവ് വാതിക്കലായിരിക്കും. കച്ചയരയോട് പറ്റിയിരിക്കുന്നത് പോലെ കർത്താവിനോട് പറ്റിയിരിക്കാൻ, ആ ദൈവസ്നേഹം മനസ്സിലാക്കാൻ, കൽവറിയിലൂടെ നമുക്ക് വേണ്ടി അവസാനത്തോടെ രക്തവും ഊറ്റി തന്ന സ്വന്തം തോളന്മേൽ തലച്ചായിട്ട് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞു പ്രാണനെ വെടിഞ്ഞ ആ കർത്താവിന്റെ സ്നേഹമോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്തിട്ട് പറയണം, അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുണ്ട്. അവിടുത്തെ കരുണ തീർന്നു പോയിട്ടില്ല. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവിന്റെ കരം ഇന്നും നമുക്ക് അനുകൂലമാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ഇപ്പോഴും വെളിപ്പെട്ടു വരും. സാധ്യതകൾ എതിരായിരിക്കാം, സാഹചര്യങ്ങൾ എതിരായിരിക്കാം, ദേശമെതിരായിരിക്കാം, പക്ഷേ വിശ്വസിക്കുന്നവൻ അത്ഭുതങ്ങൾ കാണും. ദൈവപ്രവൃത്തി ഇന്നും വെളിപ്പെട്ടു വരും. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കർത്താവിന്റെ ചെവി മന്ദമായിട്ടില്ല. തന്റെ ജനത്തിനു വേണ്ടി, നിലവിളിക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഒരു സ്വർഗമുണ്ട്. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഭർത്യമായി ഉറക്ക നിലവിളിച്ചപ്പോ പലരും അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. പക്ഷേ ആ വിളി യേശുവിന്റെ കാതിലെത്തുകയാണ്. എന്നിട്ട് യേശു പറയും, അവനെ വിളിപ്പീൻ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ വിളിക്കുന്നവനെ തിരിച്ചു വിളിക്കുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. അവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നമ്മൾ സേവിക്കുന്നവൻ. ഹല്ലേലൂയ. ആരും നിന്റെ വിളി കേട്ടില്ലെങ്കിലും, ആരും നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിലും, കേൾക്കേണ്ടവൻ കേൾക്കും, അറിയേണ്ടവൻ അറിയും. അങ്ങനെങ്കിൽ നിന്നെ വിളിക്കുന്നവൻ, നിന്റെ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നവൻ ഇന്നും നിന്റെ കൂടെയുണ്ടെന്ന് സഹോദര സഹോദരി കുഞ്ഞെ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. 44 സങ്കീർത്തനം 7 വാക്യം. നീയത്രേ ഞങ്ങളെ വൈരിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്, ഞങ്ങളെ പകച്ചവരെ നീ ലജ്ജിപ്പിച്ചിരിക്കുന്നു. നീ അത്രേ ഞങ്ങളെ വൈരിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. കോരപുത്രന്മാരുടെ ഒരു പാട്ടാണ്. അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത അത്ഭുത പ്രവർത്തികൾ അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. പിതാക്കന്മാർക്കു വേണ്ടി ദൈവം ഇറങ്ങി വന്ന് ചെയ്ത വീര്യപ്രവർത്തികൾ, ആഴിയെ വറ്റിച്ചത്, യോർദാനെ ഉണങ്ങിയ നിലമാക്കിയത്, പാറയെ പിളർന്നത്, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് മന്ന വർഷിപ്പിച്ചത്, ലിവ്യാതാന്മാരുടെ തലകളെ തകർത്തുകൊണ്ട് തന്റെ ജനത്തിന് കാടപ്പക്ഷിയായി വർഷിപ്പിച്ചു കൊടുത്തത്, ഇതൊക്കെ അത്ഭുതങ്ങളുടെ പരമ്പരകൾ. ബഷാൻ രാജാക്കന്മാരുടെ നടുവിൽ തന്റെ ജനത്തെ ജയത്തോടെ അതിന്റെ നടുവിലൂടെ നടത്തിക്കൊണ്ടുപോയത്, ശത്രു ശക്തികൾ കാണുക മേശ ഒരുക്കിയത്, എരിഹോവിന്റെ ശക്തികളെ തകർത്തത്, ഇതൊക്കെ പിതാക്കന്മാർ
ഞങ്ങളോട് വിവരിച്ചു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. സ്തോത്രം. എന്നിട്ട് പുരോഹിതന്മാർ പറയുകയാണ്, തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. കർത്താവെ, അങ്ങയുടെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതിയുണ്ടായിരുന്നപ്പോ. സ്തോത്രം. സ്വന്തം ബലമോ സൈന്യമോ ആയുധങ്ങളോ കൊണ്ടല്ല അവർ രക്ഷ പ്രാപിച്ചത് എന്ന് വ്യക്തമായി വിളിച്ചു പറയുക. പ്രിയപ്പെട്ടവരെ, സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നില്ല. എന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാണ്. നമ്മെ തള്ളിക്കളയാത്ത ദൈവം, നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവം നമ്മുടെ കൂടെയുണ്ട്. എന്നിട്ടാണ് ഇനി നമ്മുടെ കുറിവാക്യം, നീ അത്രേ ഞങ്ങളുടെ വൈരിയുടെ കയ്യിൽ ഞങ്ങളെ രക്ഷിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകലും വിളിച്ചു പറയാം, പൊങ്ങി വന്ന വെള്ളങ്ങളുണ്ട്, തിരകളുണ്ട്, അടിയൊഴുക്കുകളുണ്ട്, ബഷാൻ കൂറ്റന്മാരുണ്ട്, സാമാന്യ ശക്തികളുണ്ട്, സബലിന്റെ വ്യാപാരങ്ങളുണ്ട്. എന്നാൽ ഏതൊക്കെ ശക്തികൾ എതിരായി നിന്ന് വാദിച്ചാൽ, അത് കുടുംബത്തെ ആകട്ടെ, തലമുറകളെ ആകട്ടെ, അഭിഷിക്തന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷകളെ ആകട്ടെ, നിങ്ങളുടെ ശരീരത്തിനെതിരെ ആകട്ടെ, മൈൻഡിനെതിരെ ആകട്ടെ, വാദിച്ചാലും നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് നമ്മളെ രക്ഷിക്കും. കണ്ടോ, നീ അത്രേ ഞങ്ങളുടെ വൈരിയുടെ ഞങ്ങളെ രക്ഷിക്കും. കഴിഞ്ഞ നാള് തിരിഞ്ഞു നോക്കൂ, പ്രാണന് പോലും ഭീഷണി വന്ന സമയങ്ങൾ, നിലനിൽപ്പ് അപകടത്തിലായത്, ഓടിപ്പോകുമെന്ന് പറഞ്ഞത്, എഴുന്നേൽക്കത്തില്ല എന്ന് പലരും പറഞ്ഞ് എൻജോയ് ചെയ്ത ഇടത്ത് ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിച്ചില്ലേ? ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവന്നില്ലേ? ദൈവം നിങ്ങളെ സഹായിച്ചില്ലേ? ദൈവം നിങ്ങളെ ശക്തീകരിച്ചില്ലേ? ആ ബലമുള്ള കരം കൊണ്ട് നിങ്ങളെ താങ്ങിയില്ലേ? അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ പറ, കർത്താവേ, അങ്ങത്രേ ഞങ്ങളുടെ വൈരിയുടെ ഞങ്ങളെ രക്ഷിച്ചത്. സ്തോത്രം. ദൈവത്തിന് മുഴുമഹത്വം കൊടുക്കുക. നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല, നമ്മുടെ ആരോഗ്യം കൊണ്ടല്ല, നമ്മുടെ ബലം കൊണ്ടല്ല നമ്മൾ ജീവനോടിരിക്കുന്നത്. ദൈവമാണ് നമ്മളെ രക്ഷിച്ചത്. പറയാമോ, ദൈവമേ, അങ്ങാണ് ഞങ്ങളെ രക്ഷിച്ചത്. അടുത്ത്, ഞങ്ങളെ പകച്ചവരെ നീ ലജ്ജിപ്പിച്ചിരിക്കുന്നു. പകയ്ക്കുന്നവർ ഒരു വലിയ സമൂഹമാണ്. അധപ്പതനം കാണാൻ, നാശം കാണാൻ നിന്റെ വാക്തത്വം നിന്നെ കാണിക്കത്തില്ലെന്ന് പല്ല് കടിച്ചു നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ദൈവം നമുക്ക് വിടുതൽ, ദൈവം നമുക്ക് സൗഖ്യം, ദൈവം നമ്മുടെ തലമുറകളെ വിടുവിച്ചത്, സമാധാനത്തിൽ കാത്തത്, അത്ഭുതങ്ങൾ സംഭവിച്ചത് കണ്ട് ചിലർ ദൈവത്തെ സ്തുതിക്കത്തക്ക രീതിയിൽ ദൈവം തന്റെ ജനത്തെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ദൈവജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾ ലജ്ജിക്കാൻ പോകുകയാണ്, അവർ അപമാനിക്കപ്പെടാൻ പോകുകയാണ്. കാരണം അവർ നോക്കി നിൽക്കെ ദൈവം തന്റെ ജനത്തെ ഉയർത്തുന്നത്, നിവർത്തുന്നത്, ശക്തീകരിക്കുന്നത്, ബലം കൽപ്പിക്കുന്നത്, അത്ഭുതങ്ങളിലൂടെ നടത്തുന്നത് കണ്ട ശത്രു ശക്തികൾ ലജ്ജിക്കാൻ പോകുന്നു. പക്ഷെ യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല, പോകത്തുമില്ലെന്ന് വിളിച്ചു പറയാൻ നിയോഗമുണ്ട്. ശത്രുക്കൾ ലജ്ജിക്കുമ്പോൾ നമ്മുടെ തലയെ ഉയർത്തിപ്പിടിപ്പിക്കുന്ന, നമ്മളെ ദേശത്ത് മാനിക്കുന്ന, ലോകം കാണെ ദൈവം നമ്മളെ ശക്തീകരിച്ച് അഭിഷേകത്തോടെ നിർത്തുന്ന പ്രത്യേക സമയം അത്രേ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തിട്ട് പറ, ദൈവമേ, അങ്ങാണ് ഞങ്ങളെ സഹായിക്കുന്നത്, അങ്ങാണ് ഞങ്ങളെ ശക്തീകരിക്കുന്നത്, അങ്ങാണ് ഞങ്ങളെ നടത്തുന്നത്, അങ്ങയുടെ കൃപയാണ് ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നത്, അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇന്ന് പകലും ആ സാന്നിധ്യത്തിന്റെ കീഴിൽ ദൈവം ഞങ്ങളെ നയിക്കണം, ദൈവം ഞങ്ങളെ കൊണ്ടുവരണം,
ശത്രുവിന്റെ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോർത്ത് സ്തോത്രമെന്ന് പറയാൻ, ആ ദൈവത്തിന് മുഴുവൻ മഹത്വം കൊടുക്കാൻ തയ്യാറാകൂ. വലിയ അത്ഭുതം ഇന്ന് പകൽ സംഭവിക്കാൻ പോകുക. നീ അത്രയും ഞങ്ങളെ രക്ഷിച്ചത്, പറ. നീ അത്രയും ഞങ്ങളെ സൗഖ്യമാക്കിയത്, അങ്ങ് അത്രയും ഞങ്ങളെ വിടുവിച്ചത്, അങ്ങാണ് വഴി തുറന്നത്, അങ്ങാണ് ഞങ്ങൾക്ക് വേണ്ടി കരുതിയത്, അങ്ങാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്. എല്ലാവരും മാറിയപ്പോഴും അങ്ങാണ് ഞങ്ങളുടെ കൂടെ നിന്ന്. വിളിച്ചു പറ. ദൈവം നിങ്ങളെ സഹായിക്കാൻ പോകുക. ദൈവസ്ഥാനത്തിൽ ഇറങ്ങാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ വരട്ടെ, സഹോദരന്മാരുടെ മേൽ വരട്ടെ, സഹോദരിമാരുടെ മേൽ വരട്ടെ, കുഞ്ഞുങ്ങളുടെ മേൽ വരട്ടെ. ഒരമിത ബലം കൽപ്പിക്കപ്പെടുന്ന നിമിഷമാക്കി ദൈവം തീർക്കണം. കൃപമേൽ കൃപ വ്യാപരിക്കും. വലിയ അത്ഭുതം ദൈവം ചെയ്യും. യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മൂവ് ചെയ്യും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, അവിടുന്ന് രക്ഷിക്കുന്ന വീരൻ ഇന്നും നമ്മുടെ മധ്യമുണ്ട്. എല്ലാവരെയും ദൈവസഹായകർക്ക് യേശുവിൻ നിങ്ങളുടെ സഹോദരൻ